ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം മന്ദഗതിയിലായി. തൃശൂർ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് തൊഴിലാളികളുടെ അഭാവം മൂലം ഇഴഞ്ഞു നീങ്ങുന്നത്. തൃശൂരിൽ നിന്നുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൽ മണ്ണ് നിറയ്ക്കലും നിരപ്പാക്കലും മണ്ണ് ബലപ്പെടുത്തുന്ന പ്രവൃത്തികളുമാണ് പുരോഗമിക്കുന്നത്. റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് ഭിത്തികളുടെയും ഭിത്തിയിൽ ഉറപ്പിക്കുന്ന സ്ലാബുകളുടെയും നിർമ്മാണം ഇപ്പോൾ മന്ദഗതിയിലാണ്. ബംഗാൾ, അസം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇതര സംസ്ഥാന നിർമ്മാണ തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയതാണ് പ്രവർത്തികൾ മുടങ്ങാൻ കാരണമെന്ന് ദേശീയപാത അധികൃതർ പറയുന്നു. അടുത്തയാഴ്ച മുതൽ കൂടുതൽ തൊഴിലാളികൾ എത്തുമെന്നും മണ്ണടിച്ച് നിരപ്പാക്കുന്ന പ്രവർത്തികൾ പൂർത്തിയായാൽ നിർമ്മാണം വേഗത്തിലാകുമെന്നും അധികൃതർ പറഞ്ഞു. ഇരുവശങ്ങളിലുമായി 1 കിലോമീറ്ററോളം വരുന്ന അപ്രോച്ച് റോഡിന്റെ ടാറിങ്ങും സെന്റർ പാർട്ടീഷൻ, സിഗ്നൽ ബോർഡുകൾ, റിഫ്ലക്ടർ പതിക്കൽ, ലൈൻ വർക്കുകൾ, വശങ്ങളിൽ പെയിന്റിംഗ് എന്നിവ പൂർത്തിയാക്കി 1 മാസത്തിനകം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നത്. 11 മാസമായിരുന്നു അടിപ്പാത നിർമ്മാണത്തിന്റെ കാലാവധി. ദേശീയപാത അതോറിറ്റിയുടെ മെല്ലെപ്പോക്കും നിർമ്മാണത്തിലെ പ്രതിസന്ധികളും മൂലം ഇപ്പോൾ 19 മാസം പിന്നിട്ടു. അതേസമയം അപ്രോച്ച് റോഡുകൾക്ക് ഇരുവശത്തുമുള്ള സർവീസ് റോഡുകളിലെ സ്ലാബുകൾ വാഹനയാത്രികർക്ക് നിരന്തരം അപകട ഭീഷണിയായി മാറുന്നുണ്ട്. പലയിടത്തും സ്ലാബുകൾ തകർന്ന നിലയിലും ചിലത് തകർച്ചാ ഭീഷണിയിലുമാണ്. മഴ കനക്കുന്നതിന് മുൻപ് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി വാഹനങ്ങൾക്ക് ദേശീയപാതയിലൂടെ സഞ്ചാര സൗകര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. തമിഴ്നാട് ആസ്ഥാനമായുള്ള PST എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷനാണ് അടിപ്പാതയുടെ നിർമ്മാണ ചുമതല. പൂർത്തീകരിച്ച മുടിക്കോട്, പേരാമ്പ്ര, ചിറങ്ങര, മുരിങ്ങൂർ അടിപ്പാതകളുടെ നിർമ്മാണവും ഇവർക്കായിരുന്നു. ആമ്പല്ലൂരിൽ 1 മാസത്തിനകവും കൊരട്ടിയിൽ അടുത്ത വർഷവും അടിപ്പാതകൾ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ തൃശൂരിൽ നിന്നുള്ള അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തികൾ വരെയാണ് എത്തി നിൽക്കുന്നത്. അതേസമയം ബംഗാളിലും അസമിലും തമിഴ്നാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ള നിർമ്മാണ തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയതോടെയാണ് ഈ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതെന്നാണ് അധികൃതർ പറയുന്നത്. ഏതായാലും 1 മാസത്തിനകം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി അടിപ്പാതയിൽ മുകളിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.